ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രുതിയുടെ ഷോറൂമിൽ നിന്നും അവൻ കാണാതെ 3 ലക്ഷം രൂപ മോഷ്ടിച്ച് അവിടെ നിന്നങ്ങ് കൊണ്ടുപോവാണ് ശ്രുതി. അതിനുശേഷം തന്നെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന നവീന് ആ ഒരു കാശ് കൊടുത്ത് ഒഴിവാക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ ശ്രുതി വന്നിട്ട് ലോക്കർ തുറന്നു നോക്കുന്ന സമയത്തിന് തൻ്റെ കാശ് അതിൽ നിന്ന് നഷ്ടമായി എന്ന കാര്യം ശ്രുതിക്ക് മനസ്സിലാവാണ്. എന്നിട്ട് വളരെയധികം വിഷമത്തോടു കൂടി ആ കാശ് കാണാനില്ല എന്ന കാര്യം ശ്രുതി ഇങ്ങനെ വീട്ടിൽ വന്ന് അവതരിപ്പിക്കുന്നുണ്ട്. അന്നേരം സച്ചി അങ്ങ് ദേഷ്യപ്പെട്ടുകൊണ്ടതിനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എടാ ഇതിനാടോടാ നീ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്ന് പോകുന്നത്? അത്രമാത്രം വിവരേ നിനക്കുള്ളൂ. പണം കാണാതെ പോയത് ഈ ഓടുകാരുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണച്ചാ. ലോക്കറിൽ വെച്ച 3 ലക്ഷം രൂപ കാണാനില്ല എന്ന് ഇവൻ എത്ര ഈസി ആയിട്ടാണ് പറഞ്ഞത്, അത് അച്ഛൻ കേട്ടില്ലേ? എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടതിന് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്? 3 ലക്ഷം രൂപ കാണാനില്ലെന്നോ? അയ്യോ പാവം എൻ്റെ മോൻ. എങ്ങനെ നോക്കിയാലും എൻ്റെ മോൻക്ക് മാത്രമാണല്ലോ ഇങ്ങനെ ബുദ്ധിമുട്ടും പ്രാരാബ്ദമൊക്കെ വരുന്നത് ഈശ്വര. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട്, നിർത്തരി, നീ ഇനിയും അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാതെ. എടാ സുധി, നീ കുറേ പഠിച്ചിട്ടെന്താ കാര്യം? ഇതിനാണോടെ നീ ഷോറൂമിലേക്ക് പോകുന്നത്? കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം പോയതിന് നിനക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? എപ്പോഴും നിനക്കിങ്ങനെ പണം കൊണ്ടുപോയി കളൽ മാത്രമല്ലേ ജോലി? എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നതിന്, മോളെ ശ്രുതി, നീയും അവൻ്റെ കൂടെ ഷോറൂമിലേക്ക് തന്നെയല്ലേ പോകുന്നത്? നിനക്കെങ്കിലും ആ കാശ് സൂക്ഷിക്കാൻ അറിയാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ ശ്രുതിയോടും അങ്ങ് ദേഷ്യപ്പെടും. അന്നേരം സച്ചി പറഞ്ഞിട്ട്, അച്ഛാ എനിക്കെന്തോ ഈ ഓടുകാലിയമ്മൻ്റെ മേലാണ് സംശയം. കാരണം പണം ലോക്കറിലല്ലേ വെച്ചത്. ലോക്കറിൻ്റെ പാസ്വേഡ് ഇവന് മാത്രമല്ലേ അറിയുള്ളൂ. പിന്നെ ഈ പാർലർ അമ്മക്കും അറിയും. അതുകൊണ്ട് ഇവൻ തന്നെയായിരിക്കും അച്ഛാ പണം എടുത്തത്. അപ്പം പിന്നെ പണം ഇവർ തന്നെ അടിച്ചു മാറ്റി അവിടെ നിന്നും എടുത്തു വെച്ചിട്ട് ഇവർ വെറുതെ നമ്മുടെ മുന്നിൽ നാടകം കളിക്കുന്നതാന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കും. അന്നേരം ശ്രുതി പറഞ്ഞിട്ട്, എടാ ഇതിന് തന്നെയാടാ ഞാൻ പേടിച്ചത്. നീ 1 2 പറഞ്ഞ് എന്നെ തന്നെ കുറ്റക്കാരനാക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നോടാ. അല്ലെങ്കിലും ഞാൻ എന്തിനാണ് എൻ്റെ സ്വന്തം ഷോറൂമിലെ പണം മോഷ്ടിക്കുന്നത് എന്ന് ചോദിക്കാണ് ശ്രുതി. അന്നേരം ശ്രുതി ഭയങ്കര അഭിനയമായിരിക്കും. ശ്രുതി പറഞ്ഞിട്ട്, സച്ചി, അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ പണം നഷ്ടമായത് കൊണ്ട് തന്നെ ഞങ്ങൾ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പണം പോയതിൻ്റെ പേരിൽ നീ ഞങ്ങളെ തന്നെ ഇങ്ങനെ പ്രതിയാക്കാൻ നിൽക്കല്ലേ. ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ ഡീലേഴ്സിന് പണം എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ സങ്കടത്തിലാണ്. അതിനിടയിലാണ് നീ ഈ കുറ്റം കൂടി ഞങ്ങളുടെ മേലേക്ക് കെട്ടിവെക്കാൻ നോക്കുന്നത്. ഞങ്ങളൊന്നല്ല പണം മോഷ്ടിച്ചത്, ചിലപ്പോൾ ഓഫീസിലെ മറ്റേതെങ്കിലും സ്റ്റാഫായിരിക്കും. അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട്, പാർലറമ്മേ, നിങ്ങൾ എന്താ വിഡ്ഢിത്തം പറയണോ? അതെങ്ങനെ ശരിയാവും? ലോക്കറിൽ നിങ്ങളായിട്ട് വെച്ച പണമല്ലേ കാണാതെ പോയിരിക്കുന്നത്? സച്ചിയുടെ സംസാരം കേട്ടുകൊണ്ടതിനെ രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി നീ ഒന്ന് ചുമ്മാതിരിക്ക്, പണം കാണാനില്ല എന്ന കാര്യം ശ്രുതി പറഞ്ഞില്ലേ? അങ്ങനെ രവീന്ദ്രൻ സച്ചിയെ വിലക്കിയെങ്കിൽ പോലും ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ സച്ചി ഏതായാലും വെറുതെ ഇരിക്കുമെന്നൊന്നും തോന്നുന്നില്ല. സച്ചിയെ ഒതുക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു മാർഗം കണ്ടുപിടിക്കണമെന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ശ്രുതി. അന്നേരം രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ, കമ്പനിയിൽ നിന്ന് ലോക്കറിലെ പണം ആരോ എടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ആരെങ്കിലും പണം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് കമ്പനിയിലെ CCTV ദൃശ്യത്തിൽ കാണില്ല. അവിടെയുള്ള CCTV ഫൂട്ടേജ് ഒന്ന് ചെക്ക് ചെയ്താൽ പോരെയെന്ന് ചോദിക്കാട്ടോ രേവതി. അന്നേരം ശ്രുതിക്ക് ആകെ പേടിയാണ്. ശ്രുതി വന്ന് പറയുന്നുണ്ട്, അതിന് ആ സമയത്ത് CCTV റെക്കോർഡിങ്സ് ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു എന്ന് പറയും. ആരോ CCTV എല്ലാം തന്നെ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടാണ് കാശ് മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന് മറുപടി കൊടുക്കുകയാണ് ശ്രുതി. അന്നേരം ഇത് കേട്ട് വർഷ പറയുന്നുണ്ട്, ഓഹോ, അപ്പോൾ കമ്പ്യൂട്ടർ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഓഫീസിലെ സ്റ്റാഫിനാണെങ്കിൽ CCTV ടെക്നിക്സ് ഒന്നും തന്നെ അറിയില്ല. ആൻറ്റി, ഓഫീസിലെ ശ്രുതിയേട്ടത്തിക്കും സുധിയേട്ടനും മാത്രമല്ലേ അത് ടെക്നിക്സും കാര്യങ്ങളൊക്കെ അറിയാവുള്ളൂ. അതുകൊണ്ട് അവരുടെ മൊബൈൽ ഫോണൊന്ന് വാങ്ങിച്ച് ചെക്ക് ചെയ്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ള സത്യം എന്താണെന്ന് കണ്ടെത്താനാവുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് വർഷ. അന്നേരം ശ്രീകാന്ത് പറഞ്ഞിട്ട്, ശ്രുതിയെടുത്തി ആ ഫോൺ എങ്ങതാ, ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു തരാമെന്ന് പറയുന്ന സമയത്തിൻ്റെ ശ്രുതി ആകെ ഞെട്ടലോടെ നിൽക്കുമായിരിക്കും. ശ്രുതി ഏതായാലും തൻ്റെ ഫോൺ ആർക്കും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. അന്നേരം സച്ചി ഇങ്ങനെ ശ്രുതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്, കണ്ടില്ലേ, അപ്പോൾ പാർലറമ്മ തന്നെയായിരിക്കും ആ ഒരു കാശ് അവിടെ നിന്നും കട്ടെടുത്തത്. അല്ലെങ്കിൽ പിന്നെ ഫോൺ എന്താ തരാതിരിക്കുന്നത്? അങ്ങനെ ശ്രുതി ഫോണ് തരാത്തത് കൊണ്ട് തന്നെ സച്ചി വീണ്ടും ശ്രുതിയോട് ഫോൺ ചോദിക്കുകയാണ്. എടാ ശ്രുതി, നിൻ്റെ ഫോണെങ്കിലും താ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഫോൺ ചോദിക്കും. അന്നേരം ശ്രുതി പറഞ്ഞിട്ട്, എടാ എൻ്റെ ഫോൺ വേണമെങ്കിൽ ഇതാ, ഇതിലകത്ത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. എൻ്റെ ഫോണിനകത്തൊന്നും തന്നെയില്ല. ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, കാശാണെങ്കിൽ കട്ടെടുത്തിട്ടുമില്ല. കാരണം അതെൻ്റെ സ്വന്തം കാശല്ലേ. അതുപോയ വേദന എനിക്കിപ്പോഴും മാറിയിട്ടില്ല എന്നിങ്ങനെ ശ്രുതി അതിന് മറുപടി കൊടുക്കും. എന്നാൽ ശ്രുതി ഫോൺ കൊടുക്കാത്തത് കാണുന്ന സമയത്തിന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, ശ്രീകാന്തിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്താൽ അതിലുള്ള ഒരു വിവരവും എങ്ങോട്ടേക്കും ചോർന്നു പോകത്തൊന്നുമില്ല. ചന്ദ്രയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത്, ഞാൻ എങ്ങാനും എൻ്റെ ഫോൺ വിട്ടുകൊടുത്താൽ പിന്നെ എൻ്റെ കഥ അങ്ങ് കഴിഞ്ഞേനെ. ആൻറ്റി ആയിരിക്കും പിന്നെ ആദ്യം തന്നെ എൻ്റെ കഥ അങ്ങ് കഴിക്കാൻ പോകുന്നത്. എൻ്റെ അമ്മയുടെയും കുഞ്ഞിൻ്റെയൊക്കെ ഫോട്ടോ അതിലിഷ്ടം പോലെയുണ്ട്. അതെങ്ങാനും നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടെ എൻ്റെ കഥ അങ്ങ് തീരും. ശ്രുതി അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുന്ന സമയത്തിന് ചന്ദ്ര വീണ്ടും ചോദിക്കുന്നതിന്, എന്താ മോളെ നീ ഇങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുന്നത്? പറഞ്ഞത് കേട്ടില്ലേ, നിൻ്റെ ഫോൺ നേരെ ശ്രീകാന്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കാനെന്ന് വീണ്ടും ചന്ദ്രമതി ആവശ്യപ്പെടുകയാണ്. അവരുടെയൊക്കെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് അവർ മോളുടെ ഫോണൊന്ന് പരിശോധിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ അവരൊക്കെ മോളാണ് പ്രതി എന്ന രീതിയിൽ മോളെ അങ്ങ് സംശയിക്കുമെന്നൊക്കെ പറയാണ് ചന്ദ്ര.
അന്നേരം ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ആൻറ്റി, എൻ്റെ മൊബൈൽ അങ്ങനെ വിട്ടു തരാനൊന്നും പറ്റില്ല. അങ്ങനെ നിങ്ങളാരും എൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ മൊബൈൽ അങ്ങനെ മറ്റൊരാൾ ചെക്ക് ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമല്ല. നിങ്ങൾക്കിപ്പോൾ എന്താ അറിയേണ്ടത്? ഏതായാലും കമ്പനിയിൽ നിന്ന് പണം ശ്രുതി എടുത്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഞാൻ ആ പണം എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നല്ലേ അറിയേണ്ടതുള്ളൂ. ശരിയാണ്, ഞാൻ തന്നെയാണ് ആ പണം അവിടെ നിന്നും എടുത്തത്. മറ്റാരുമല്ല ആ 3 ലക്ഷം രൂപ അവിടെ നിന്നും മോഷ്ടിച്ചുകൊണ്ട് പോയത്. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കാശ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഞാൻ ആ ഒരു പണം എടുത്തത്. എൻ്റെ അച്ഛൻ ഇപ്പോൾ മലേഷ്യയിൽ ജയിലിലാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് എൻ്റെ അച്ഛൻ ഇപ്പോൾ മലേഷ്യയിൽ നിന്ന് കാശൊന്നും കാര്യമായിട്ട് അയക്കാറില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് നിവൃത്തി കേട്ടുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ പറയും ശ്രുതി. ശ്രുതിയോട് ഞാൻ പണം ചോദിച്ചാൽ അവൻ തരില്ലെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആൻറ്റി എന്നോട് ക്ഷമിക്കണം. ശ്രുതിയുടെ ഏറ്റിപ്പറച്ചിലെല്ലാം കണ്ടുകൊണ്ട് തന്നെ സച്ചി അങ്ങ് ചിരിക്കാണ്. എന്നിട്ട് ചോദിക്കുന്നതിന്, സ്വന്തം ഭർത്താവിൻ്റെ കാശെല്ലാം ഭാര്യ തന്നെ അടിച്ചു മാറ്റുന്നോ? കണ്ടില്ലേ അച്ഛാ, അമ്മ വീട്ടിലേക്ക് കൊണ്ടുവന്ന മരുമകളുടെ ഗുണം ഇതാണെന്നൊക്കെ ഇങ്ങനെ സച്ചി കളിയാക്കിക്കൊണ്ട് സംസാരിക്കും. എന്നാൽ ശ്രുതിയാണ് അവിടെ നിന്ന് പണം മോഷ്ടിച്ചത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രുതിക്ക് അതൊട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ശ്രുതി ദേഷ്യപ്പെട്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് മാത്രമല്ല, ശ്രുതിയുടെ കർണക്കുറ്റി നോക്കിയിട്ട് ഒരൊറ്റ നങ്ങ് പൊട്ടിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, എടി എന്താണ് നീ ചെയ്തത്? നീ എന്താണ് എന്നോട് പോലും ചോദിക്കാതെ എൻ്റെ ലോക്കറിൽ നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ട് പോയത്? എന്നിട്ട് പണം എവിടെയെന്ന് ചോദിച്ച സമയത്ത് ഒന്നും അറിയാത്തതുപോലെ നീ എന്നെ അങ്ങ് വെടിയാക്കുമായിരുന്നു അല്ലേ? നീ കാരണം ഇപ്പോൾ ഈ സച്ചിയുടെ മുന്നിൽ എൻ്റെ മാനം അങ്ങ് പോയി. അവൻ എന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യം നീയും കേട്ടതല്ലേ? എന്നിട്ട് എല്ലാം അറിഞ്ഞിട്ട് പോലും യാതൊരു തെറ്റും ചെയ്യാതെ നീ ഇങ്ങനെ നല്ല പിള്ളയായി നിൽക്കുമായിരുന്നില്ലേ? എടി, സ്വന്തം ഭർത്താവിൻ്റെ ലോക്കറിൽ നിന്ന് അവൻ പോലും അറിയാതെ പണം എടുത്ത് പണം മോഷ്ടിച്ചുകൊണ്ട് പോയ ദുഷ്ടയാണ് നീ. എടി, അത്രമാത്രം പണം കൊണ്ടുപോയിട്ട് നീ ആർക്കാ കൊടുത്തത്? അത്രമാത്രം പണത്തിൻ്റെ അത്യാവശ്യം നിനക്ക് എന്തായിരുന്നു? അന്നേരം രവീന്ദ്രന് ചോദിക്കുന്നത്, അതേ ശ്രുതി, നിനക്കിങ്ങനെ 3 ലക്ഷം രൂപയൊക്കെ കടം വന്നു? ഈ വീട്ടിൽ നിന്ന് ആരും തന്നെ നിന്റെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപയൊന്നും വാങ്ങിച്ചിട്ടില്ല. നീ ആണെങ്കിൽ 3 ലക്ഷം രൂപ ഈ വീടിന് വേണ്ടിയിട്ടോ നിനക്ക് വേണ്ടിയിട്ടൊന്നും ചിലവാക്കിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മോളെ നിനക്ക് 3 ലക്ഷം രൂപ കടം വന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ രവീന്ദ്രൻ. എന്നിട്ട് സുധിയോട് ചോദിക്കുന്നത്, എന്താ സുധി ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കുകയാണ്. രവീന്ദ്രന് ശ്രുതിയും മാറി മാറി ചോദിക്കുന്ന സമയത്തിന് ശ്രുതി ഒന്നും മിണ്ടാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുന്ന സമയത്തിന് ചന്ദ്രമതി അങ്ങ് പുറംതിരിയാണ്. ചന്ദ്രമതി പറയുന്നത്, രവിയേട്ട, അവൾ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കേണ്ട സമയമായി. അതുകൊണ്ട് മാത്രമാണ് അവൾ ഇങ്ങനെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം ശ്രുതി പറഞ്ഞിട്ട്, നോക്ക് ആൻറ്റി, നിങ്ങൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ അങ്ങനെ മോഷ്ടിക്കുന്ന കള്ളിയൊന്നുമല്ല. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് 3 ലക്ഷം രൂപയുടെ ഒരു ചിലവുണ്ടായിരുന്നു എന്നങ്ങനെ ശ്രുതി മറുപടി കൊടുക്കും. അന്നേരം ചന്ദ്രമതി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എടി, നീ 3 ലക്ഷം രൂപ മോഷ്ടിച്ചെടുത്തത് അത് ചിലവാക്കാൻ വേണ്ടിയിട്ടാണോടി? അങ്ങനെ 3 ലക്ഷം രൂപയുടെ ആവശ്യം നിനക്കിപ്പോൾ എന്താ? ഞാൻ പോലും അറിയാതെ നിനക്കെന്താ ഈ 3 ലക്ഷം രൂപയുടെ ചിലവ് എന്നിങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്ന സമയത്തിന് അതിന് മറുപടി പോലും പറയാൻ കഴിയാതെ ആകെങ്ങനെ വിഷമിച്ച് നിൽക്കായിരിക്കും ശ്രുതി. അന്നേരം വർഷയും ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി, 3 ലക്ഷം രൂപ കടം വാങ്ങിക്കാൻ മാത്രം നിങ്ങൾക്ക് എന്ത് ചിലവാ ഉണ്ടായത്? സ്വന്തം കടയിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന ആളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നാലും ഏട്ടത്തി എനിക്ക് ഒരിക്കലും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏട്ടത്തിക്ക് എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി? ഇപ്പോഴല്ലേ പെരുങ്കള്ളിയായ ആളെ പിടികിട്ടിയതിന്നിങ്ങനെ വർഷ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. അന്നേരം ചന്ദ്രക്കങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ശ്രുതിയോട് അങ്ങ് ദേഷ്യപ്പെടണോ. എന്നിട്ട് പറഞ്ഞിട്ട്, കേട്ടില്ലേടി വർഷ പറഞ്ഞത്? ഇപ്പോൾ വർഷയുടെ മുന്നിലും ഈ വീട്ടുകാരുടെ മുന്നിലും എനിക്ക് തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി നീ കാരണം. നിന്നെയൊക്കെ വിശ്വസിച്ച് കട തുടങ്ങിയ എൻ്റെ മോൻ പാവം. അന്നേരം ശ്രുതി ചോദിക്കുന്നത്, ആൻറ്റി എന്താ ഇത് സുധീരെ കട മാത്രം പോലെ ഇങ്ങനെ സംസാരിക്കുന്നത്? എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്നും അയച്ചു തന്ന പണം കൊണ്ടല്ലേ ഞങ്ങൾ ആ ഷോറൂം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ കാശിൽ എനിക്കും അവകാശമില്ലേ? എൻ്റെ അച്ഛൻ്റെ പണമല്ലേ ഞാൻ എടുത്തിരിക്കുന്നത്, അതിലിപ്പോൾ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കാണ് ശ്രുതി. ഇത് കേൾക്കുന്ന സമയത്തിന് ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരട്ടെ. ശ്രുതി പറഞ്ഞിട്ട്, നിർത്ത് ശ്രുതി, നീ ഇനി പണം അയച്ചതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും സംസാരിക്കൊന്നും വേണം. അതിൻ്റെ കാര്യം എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് എനിക്കറിയാം. സ്വന്തം കടയാണെങ്കിൽ നീ അവിടെ നിന്നും പണം മോഷ്ടിക്കൂടി. അതൊന്നും അറിയാതെ ഞാൻ അറിയാതെ നിനക്കെങ്ങനെ അത്രമാത്രം കടം വന്നു? അത് നീ പറഞ്ഞേ പറ്റൂ. 1-2 രൂപയൊന്നുമില്ല, 3 ലക്ഷം രൂപയാണ്. ഞാൻ പോലും അറിയാതെ നിനക്ക് എങ്ങനെയാണ് അത്രമാത്രം രൂപ കടം വന്നത്? ഇത്ര കാലം നിനക്ക് അങ്ങനെ ഒരു പണം കടമുള്ളതിനെ പറ്റിയിട്ട് നീ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ പണം നിനക്ക് ആവശ്യം വന്നത്? എങ്ങനെയാണ് നിനക്ക് ഇത്രമാത്രം പണം കടം വന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നീ പറഞ്ഞേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ദേഷ്യപ്പെടാണ് ശ്രുതിയോട്. അന്നേരം ശ്രുതി ഒന്നും മറുപടി പറയാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുന്ന സമയത്തിന് രേവതി ചോദിക്കുന്നുണ്ട്, സച്ചേട്ടാ, ഇനി ശ്രുതി ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ട് പണം വേണമെന്ന് പറഞ്ഞതായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവൾ ആരും അറിയാതെ ആ പണം അവൾക്ക് എടുത്തു കൊടുത്തതാവാലോ. അന്നേരം ശ്രുതി പറഞ്ഞിട്ട്, വേണ്ട രേവതി, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. അങ്ങനെ എന്നെ ആരും ഭീഷണിപ്പെടുത്താനൊന്നും വന്നിട്ടുമില്ല. അന്നേരം രവീന്ദ്രൻ പറഞ്ഞിട്ട്, വേണ്ട വിട്ടേക്ക്, ഇത് കുടുംബ പ്രശ്നമല്ലേ, കുടുംബത്തിലെ കാശിലെ ശ്രുതി മോളെടുത്ത് ചിലവാക്കിയത്. അതുകൊണ്ട് ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഇനി ശ്രുതിയെ ആരും ഇതിൻ്റെ പേരിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും? ആരോടും പറയാതെ തന്നെ, ശ്രുതിയോട് പോലും പറയാതെ തന്നെ ശ്രുതി ലോക്കറിൽ നിന്ന് പണം കട്ടെടുത്തത്. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഇനി ഏതായാലും നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അവളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാനാണ് അവളെ ഇതൊക്കെ ഏൽപ്പിച്ചത്. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം.
അവളെ എൻ്റെ മോൻ സുധീര തലയിലേക്ക് കെട്ടിവെച്ചത് ഞാൻ ഒറ്റക്കായിരുന്നല്ലോ. ഇനി ഏതായാലും ഇവൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ 3 ലക്ഷമായിട്ടല്ല ഇവൾ അത് തിരിച്ചു തരേണ്ടത്. ആ 3 ലക്ഷം ഇരട്ടിയാക്കിയിട്ട് 6 ലക്ഷം രൂപ ആക്കിയിട്ടാണ് ഇവൾ ഇനി തിരിച്ചു തരേണ്ടതെന്നൊക്കെ പറയാണ് ചന്ദ്ര. എടി എത്രയും പെട്ടെന്ന് തന്നെ 6 ലക്ഷം രൂപ എൻ്റെ മോനെ സുധിയെ ഏൽപ്പിച്ചോളണം. അല്ലെങ്കിൽ പിന്നെ നീ ഇനി ഒരിക്കലും എൻ്റെ മോൻ സുധീരെ കൂടെ ജീവിക്കില്ല. അതിനൊരിക്കലും ഈ ചന്ദ്രമതി നിന്നെ സമ്മതിക്കില്ല. പിന്നെ നിന്നെ പുറത്ത് കളയാൻ എനിക്ക് യാതൊരു മടിയുമില്ലടി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ 6 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നിങ്ങനെ ചന്ദ്രമതി വാശിയോടുകൂടെ തന്നെ പറയും. അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട്, അയ്യോ ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എങ്ങനെ ഇത്രയും പെട്ടെന്ന് തന്നെ 6 ലക്ഷം രൂപയ്ക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? ആൻറ്റിക്ക് തന്നെ അറിയില്ല എൻ്റെ സിറ്റുവേഷൻ. എൻ്റെ അച്ഛൻ ഇതുവരെ മലേഷ്യ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നിങ്ങനെ ശ്രുതി പറയുന്ന സമയത്തിന് ചന്ദ്ര പറയുന്നത്, എടി നീ ഇനിയും അത് തന്നെ ഇങ്ങനെ വിളിച്ചു പറയാതെ. നീ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കള്ളമാണോ എന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അന്നേരം സച്ചി പറഞ്ഞത്, അതെ ഇതെല്ലാം അച്ഛൻ്റെയും അമ്മയുടെയും തെറ്റാണ്. ആരെയും വിളിച്ചു വരുത്താതല്ലേ പാർലർ അമ്മയുടെയും ഇവൻ്റെയും കൂടെ കല്യാണം അമ്മ നടത്തിയത്. അങ്ങനെ ആരെയും വിളിച്ചറിയിക്കാതെ ഒന്നും അന്വേഷിക്കാതെ ഇങ്ങനൊരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. ഇനിയിപ്പോൾ ഇവരെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ഇനി സുധീര ജീവിതം എന്താവുമെന്ന് ആർക്കറിയാം. അന്നേരം ചന്ദ്രമതി പറയുന്നത്, അതേടാ എല്ലാം ഞാനും എൻ്റെ മോനും ചെയ്ത തെറ്റ് തന്നെ. അതുകൊണ്ടല്ലേ എനിക്ക് ഈ ഗതി വന്നത്. എന്താണ് ഈ നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് തന്നെ പോയിട്ട് 6 ലക്ഷം രൂപ ഉണ്ടാക്കിക്കൊണ്ടുവരാനെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ശ്രുതിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. എടി മര്യാദക്ക് നീ ഇവിടെ നിന്നും പടിയിറങ്ങിപ്പോയിക്കോ. 6 ലക്ഷം രൂപ കൊണ്ടുവരാതെ നിന്നെ ഒരിക്കലും ഞാൻ ഈ പടി ചവിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി ഏതായാലും ശ്രുതിയെ അവിടെ നിന്നും ആട്ടിപ്പായിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.